നിലമ്പൂരിൽ UDF വലിയ ആത്മവിശ്വാസത്തിലാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ സഹകരണം പറഞ്ഞുകൊണ്ട് LDF UDFിൻ്റെ മുന്നോട്ടുള്ള പോക്ക് തടയാൻ നോക്കിയെങ്കിലും അതൊന്നും വിജയിച്ചതായിട്ട് കാണുന്നില്ല. എന്താണ് നിലമ്പൂരിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആർക്കാണ് നിലമ്പൂരിൽ സാധ്യത? നിലമ്പൂർ ഇപ്പോൾ ഒരു ബർമുഡ ട്രയാങ്കിളാണ്. എപ്പോഴും എന്തോ സംഭവിക്കും. സാധ്യത എങ്ങനെ നമുക്ക് കൃത്യമായിട്ടും പറയാൻ പറ്റില്ല. അത് എന്താ പറയുക, പല പെർമുട്ടേഷൻ കോമ്പിനേഷൻ അവിടെ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത്. ഇന്ന് ഇങ്ങനെ വന്നാൽ ഇങ്ങനെ വരും എന്നുള്ളൊരു പെർമുട്ടേഷൻ കോമ്പിനേഷൻ അവിടെ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് എടുക്കുക. ഷൗക്കത്ത് ഒരു നല്ല മുസ്ലിമാണ്. നല്ല മുസ്ലിം ഇൻ ദ സെൻസ് വളരെ പ്രോഗ്രസീവായിട്ടുള്ള പഴയ നാഷണലിസ്റ്റ് കോൺഗ്രസ്സുകാരില്ലേ, അതുപോലുള്ള നല്ല മുസ്ലിമുമാണ്. നല്ല സാമൂഹിക പരിഷ്കർത്താവാണ്. ഇസ്ലാമിലുള്ള തെറ്റായ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കലാപരമായ വഴികളിലൂടെ അദ്ദേഹം ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹാർഡ് കോർ മുസ്ലിമുമാണ്, കോൺഗ്രസ്സുകാരനാണ്, നല്ല മനുഷ്യനാണ്. പക്ഷേ ഇങ്ങനെയുള്ള ആളുകളെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഇഷ്ടമല്ല. നമ്മളുള്ള കമ്മ്യൂണിറ്റിക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ ഇതൊക്കെ പറയാൻ വേണമെന്ന ഉള്ളിൽ മറ്റേതായിരിക്കും വേണം. അതുപോലെ ഫണ്ടമെൻ്റലിസ്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ആളുകൾ നമ്മളെ ഇഷ്ടമുള്ളൂ, നമ്മളെ ആളുകൾക്ക് ഇഷ്ടമുള്ളൂ. അപ്പോൾ ഇപ്പോൾ സോ കോൾഡ് റിലീജിയസ് വോട്ട്, എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയല്ല എങ്കിലും ഇവരുടെ ഈ സംഘടനകൾക്കുള്ള കുറച്ച് വോട്ട് ഉണ്ടാവില്ല, ഈ മൗലിയാന്മാരും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ. അപ്പോൾ അവരുടെ വോട്ട് എങ്ങനെ പോകുമെന്നുള്ളത് ഘടകമാണ്. അപ്പുറത്തുള്ളത് സ്വരാജാണ്. സ്വരാജ് ഈ പറയുന്ന ഒരു ഇൻ്റലക്ച്വൽ ഇമേജ് ഒക്കെ ഉള്ള ഒരാളാണ്. വായന ഷൗക്കത്തിന് നല്ല വായന, സ്വരാജിനും നല്ല വായന. അപ്പം എനിക്ക് സ്വരാജിനെക്കാളും നല്ല വായന ഷൗക്കത്തിനായിരിക്കും. ഷൗക്കത്തിന് വാസ്റ്റ് റീഡിംഗ് ഉള്ള ഒരാളാണ് ഷൗക്കത്ത്. സ്വരാജ് ഈ പറയുന്ന പോലെ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു കണ്ണിൽ കരടായിരുന്നു. കാരണം അവിടെ തൃപ്പൂണിത്തുറ മറ്റോ പ്രശാന്തിന് അറിയണ്ട ഒരു റീകൺവേർഷൻ സെൻറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അതിനെ പൂട്ടണം എന്നൊക്കെ പോകുന്ന സുഡാപ്പികൾ എന്തൊക്കെ സത്യസരണിയാണോ അല്ല, ഹിന്ദുസിൻ്റെതാണ്. റീകൺവേർട്ട് ചെയ്തൊരു പെങ്കൊച്ചാണ് നടത്തിയിരുന്നത്. അവിടെ സുധിയോ എന്ന അവളുടെ പേര്, അവരാണ് നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് മറ്റേ കണ്ണൂരിൽ ഒരു കൊച്ച് കൺവേർട്ടായി വന്നിട്ട് പിന്നെ തിരിച്ച് ഹിന്ദു മതത്തെ റീകൺവേർട്ട് ചെയ്തില്ലേ, ആ സംഭവം അവിടെയാണ്. അപ്പോൾ ആ വിഷയമായിരുന്ന സമയത്ത് ഇവരെല്ലാം തന്നെ സ്വരാജ് അതിനെ സപ്പോർട്ട് ചെയ്ത് സ്വരാജിനെ ആക്രമിച്ചിരുന്നു, ഇസ്ലാമിസ്റ്റുകൾ. എന്നാൽ കഴിഞ്ഞ 2 വിഷയങ്ങൾ സ്വരാജ് എടുത്തിട്ടുള്ള നിലപാടുകൾ, ഒന്ന് പലസ്തീൻ വിഷയത്തിലെടുത്ത നിലപാടും നമ്മുടെ ഈ ഇന്തോ പാക് സംഘർഷ സമയത്ത് എടുത്ത നിലപാടും ഈ ഇസ്ലാമിസ്റ്റുകളെ പൊതുവെ സന്തോഷിപ്പിക്കുന്ന നിലപാടാണ്. അപ്പം ഇതിന് നമ്മൾ അതിന് അപ്പുറത്ത് നോക്കാം. സ്വരാജ് ഈ പറയുന്ന RSSകാരുടെ മറ്റേ ഇതിനെതിരെ നിശബ്ദമായി അതിനെ എതിർത്തില്ല എന്നൊക്കെയാണ് അന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇസ്ലാമിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വരാജിന് ഈ പറയുന്ന BJP RSS ആ ഒരു ഹാർഡ് കോർ ഹിന്ദു വോട്ട് കിട്ടേണ്ടതാണ്. പക്ഷേ സ്വരാജ് പിന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരെ കടന്നാക്രമിക്കുന്ന സാധനം, അവർക്ക് രുചിക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ യുദ്ധത്തിൻ്റെ ഈ ഇന്തോ പാക് സംഘർഷത്തിൻ്റെ കാര്യത്തിലാണ്, പലസ്തീൻ വിഷയത്തിലാണ് സ്വരാജ് എടുത്ത നിലപാട് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിഷയം. പലപ്പോഴും സ്വരാജിനെ പറ്റി പറയുമ്പോൾ അവർ മുഖം ചുളിക്കും. പക്ഷേ ആ ഒരു വിവാദം ഏറ്റവും കൂടുതൽ കണ്ടുകൂടാത്ത ഒരാൾ സ്വരാജാണ്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ പിന്നെ അത് BJPക്ക് അവിടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ഒരാളിൽ കോൺഗ്രസ് ഒരാളെ കണ്ടെത്തിയതാണ്. അപ്പം ഈ കണ്ടെത്തിയ ആളുകൾക്ക് എത്രത്തോളം BJPക്കാർ വോട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം. ഈ ഇലക്ഷൻ പ്രത്യേക സ്വാധീനമൊന്നും ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇലക്ഷനല്ല, കേരളത്തിൽ ആര് ഭരിക്കണം തീരുമാനിക്കുന്ന ഇലക്ഷൻ ഒന്നല്ല. അതിന് BJPക്കാർ മിക്കവാറും അവിടെ ഒരു മനസാക്ഷി വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഷൗക്കത്തിന് അവർക്കറിയാം ഈ സ്വരാജിനെ അവർ കണ്ടതാണ്. അപ്പോൾ ഒരു മനസാക്ഷി വോട്ടിൻ്റെ കാര്യം അവിടെ വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത് BJP സ്ഥാനാർത്ഥി അവിടെ UDFിൻ്റെ ശക്തി കേന്ദ്രത്തിൽ വന്ന മാർത്തോമ സഭയിൽ നിന്നാണ്. മാർത്തോമ സഭ നല്ല സ്വാധീനമുള്ള സഭയാണ്. അവിടെ നിന്ന് വന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ട് അയാൾക്ക് കുറച്ച് വോട്ടുകൾ പിടിക്കാൻ പറ്റിയേക്കാം. പക്ഷേ ക്രിസ്ത്യാനികളാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, അങ്ങനെ എളുപ്പം മണ്ടന്മാരാക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ ഈ പെർമുട്ടേഷൻ കോമ്പിനേഷൻസ് വെച്ച് നോക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റാത്തൊരു മത്സരമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ ഒരാൾക്ക് തന്നെ ഒരു ആനുകൂല്യം വരുമ്പോൾ അയാൾക്ക് തന്നെ അതേ കാര്യം നെഗറ്റീവ് ആവുന്നുണ്ട് അവിടെ. അപ്പോൾ ഫൈനലി എന്താവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തുള്ള ഒരു അവസ്ഥ, പെർഫോമൻസിന് ഉള്ളൊരു വോട്ട് കൂടി അതിൽ വരാൻ സാധ്യതയുണ്ട്. സർക്കാരിൻ്റെ ഒരു മാർഗടലാകും ആവാൻ സാധ്യതയുണ്ട് ഫൈനലി വരും. കാരണം 2 സ്ഥാനാർത്ഥികളും കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളാണ്. അവർ 2 പേർക്കും ഒരേപോലെയുള്ള നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉള്ളത്. ഒരാൾ ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ വളരെ ജന്മം കൊണ്ട് ഹിന്ദു ആണല്ലോ സ്വരാജ്, പ്രോഗ്രസീവായി നിൽക്കുന്ന ഒരാളാണ്. മറ്റേ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പ്രോഗ്രസീവായിട്ട് നിൽക്കുന്ന ഒരാൾ. അതിൻ്റെ ഇടയ്ക്കാണ് അൻവർ എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളത്. ഈ അൻവർ പിടിച്ച വോട്ടുകൊണ്ടാണ് ഷൗക്കത്ത് അവിടെ തോറ്റത് മുമ്പ്. അപ്പോൾ അൻവർ ഇപ്പം പിടിക്കുന്നത് അത് LDFിൻ്റെ വോട്ടും കൂടി കൂടുമ്പോൾ ഷൗക്കത്ത് തോറ്റു. ഇപ്പം അൻവർ ഒറ്റയ്ക്കാണ്. മാത്രമല്ല അൻവർ കുറച്ച് LDFിൻ്റെ കൂടെ ആണെന്നതിന് കുറച്ച് പേര് അവിടെ അൻവറിന് സ്വാധീനിക്കാൻ പറ്റിയെന്ന് വരും. മാത്രമല്ല അൻവർ പറയുന്നത് റിയലായിട്ടുള്ള ജെന്യൂനായിട്ട് കാര്യങ്ങളെ തോന്നലുള്ള ആളുകൾ. അൻവർ പിടിക്കുന്ന വോട്ട് ആരുടെ വോട്ടായി? അത് രണ്ടും പിടിക്കും. കാരണം അൻവർ പറയുന്നത് ജെന്യൂനായി ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അൻവറിൻ്റെ ധൈര്യം ഉണ്ടെന്നും അൻവർ വേട്ടയാടപ്പെടുകയാണെന്നും ജെന്യൂനായി ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അൻവർ. ആ വോട്ട്
തീർച്ചയായിട്ടും LDF-ന് ദോഷമായിട്ടല്ലേ LDF UDF-നും ഉണ്ട് പ്രശ്നം. കാരണം അത് അൻവർ ഉന്നയിച്ച ചില പ്രശ്നങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അത് മുസ്ലിം ലീഗിൽപ്പെട്ട ആളുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ അവിടെ അൻവർ ജയിച്ചില്ലെങ്കിൽ പോലും അൻവറിനെ പവർഫുള്ളാന്ന് കാണിക്കാൻ ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ട്. എങ്കിലേ അൻവറിന് അടുത്ത തവണ ബർത്ത് കിട്ടുള്ളൂ. ഇപ്പോഴത്തെ പക്ഷേ അൻവറിനെ പറ്റി എനിക്ക് വേറെ അഭിപ്രായമുള്ള ഞാൻ നിങ്ങളെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇപ്പം അത് പറയണ്ട. നമ്മളിപ്പം ഈ നിലവിലുള്ള ഒരു ധാരണ എന്താണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അൻവറിനെ ശക്തിപ്പെടുത്തുക അല്ലെങ്കിൽ അൻവറിനെ ദുർബലനാണെന്ന് തോന്നിക്കാതിരിക്കേണ്ട ആവശ്യം അവർക്കുണ്ട്. പിന്നെ ഈ ഇസ്ലാമിസ്റ്റുകളുടെ വോട്ട് അത് നിങ്ങൾ അവരുടെ മീഡിയ വൺ ഡിസ്കഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ അൻവറിന് അനുകൂലമാണ്. അത് UDF-ന് അനുകൂലമായി പറഞ്ഞെങ്കിൽ പോലും അവിടെ മനസ്സ് അൻവറിനോടൊപ്പമാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൊരു വല്ലാതെ പെർമിറ്റേഷൻ കോമ്പിനേഷനുള്ള മാത്രമല്ല ആര്യാട മുഹമ്മദ് ലാസ്റ്റ് അവിടെ ജയിച്ച 5000 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. 5000 വോട്ടൊക്കെ എളുപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാവുന്ന വോട്ടുകളാണ്. ഈ 5000 വോട്ട് എന്ന് വെച്ചാൽ ആര്യാട കിട്ടേണ്ട കുറച്ച് ഈഴവ വോട്ടുകൾ ആ സമയം BDJ സ്ഥാനാർത്ഥി പിടിച്ചിരുന്നു. BDJ 12-13 വോട്ട് 7% വോട്ട് 7% വോട്ടാണ് നമുക്ക് കിട്ടി. അതാണ് ആര്യാടന് കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ ആ BDJ വോട്ട് അങ്ങനെ പിന്നെ കോൺഗ്രസ് ഈ NDA സ്ഥാനാർത്ഥി കിട്ടണമെന്നില്ല. അതൊരു ഫാക്ടറാണ്. അപ്പം നമ്മുടെ അതിൻ്റെ അടുത്ത കാലത്ത് കണ്ടാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രെഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അസാധ്യമായിട്ടുള്ള ഇലക്ഷനാണ്. ഇപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിയാൽ 3 UDF നിലനിർത്തി, 1 LDF നിലനിർത്തി. സ്റ്റാറ്റസ് കോ ആണ്. അങ്ങനെ തന്നെ തുടരും. പക്ഷേ ഈ UDF നിലനിർത്തിയ മണ്ഡലത്തിലെല്ലാം UDF-ന് ഭൂരിപക്ഷം വർദ്ധിച്ചു. പക്ഷേ LDF നിലനിർത്തിയ CPM നിലനിർത്തിയ മണ്ഡലത്തിൽ അവർക്ക് 40,000 ഉണ്ടായിരുന്ന ഭൂരിപക്ഷം 10,000 ചുരുങ്ങി. അത് അന്നത്തെ കോവിഡ് സമയത്ത് ഉണ്ടായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് അന്ന് അത്രയും ഭൂരിപക്ഷം കൊടുത്തിരുന്നത്. പിന്നെ ഈ സമയത്ത് അന്ന് സുരേഷ് ഗോപിയുടെ ഒരു വിജയം, പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള ബാങ്ക് തട്ടിപ്പ് കേസ്, ഇതെല്ലാം അവിടെ ചർച്ചയായിരുന്നു. പിന്നെ അവിടെ പ്രശ്നം കോൺഗ്രസിനെ പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്താ കൊച്ചിൻ്റെ പേര് രമ്യ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊരു ഫാമിലി ഫ്രണ്ടൊക്കെ ആയിട്ട് വരും രമ്യ. പക്ഷെ രമ്യക്കെതിരെ കോഴിക്കോട് തന്നെയാണ്, എൻ്റെ പെങ്ങളുടെ ഫ്രണ്ടാണ്. അപ്പം ഈ രമ്യക്കെതിരെ കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കളി ഉണ്ടായിരുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ആ കുട്ടിയെ തോൽപ്പിക്കാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കളി ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയും ഷാഫി എല്ലാം രമ്യയുടെ കൂടെ ഒക്കെ രമ്യയെ തോൽപ്പിക്കാൻ വേണ്ടി ഉള്ളിൽ നിന്നുള്ള കളി ഉണ്ടായിരുന്നു. ഇപ്പം രമ്യ അവിടെ ലോക്സഭാ ഇലക്ഷൻ തോൽക്കാൻ കാരണം എന്താണ്? രമ്യൻ്റെ ഷാഫിലുണ്ടായ ചില ആളുകൾ നാട്ടുകാരെ മൊത്തം വെറുപ്പിച്ചു. അല്ല ലോക്സഭയിൽ ഒരു MPക്ക് എത്രമാത്രം ചെയ്യാൻ പറ്റും നമുക്കറിയാം. അല്ല അജി ചന്ദ്രശേഖരോ സുരേഷ് ഗോപിയൊക്കെ പോലെയുള്ള കേന്ദ്രത്തിൽ അത്രയും സ്വാധീനമുള്ള പ്രധാനമന്ത്രിക്ക് നേരിട്ട് പ്രധാനമന്ത്രിയെ കാണാൻ കഴിവുള്ള ആക്സസ് ഉള്ള ആളുകൾക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി MPമാർ വെറുതെയാണ്. അവർക്ക് വികസനമൊന്നും കാര്യം ചെയ്യാൻ പറ്റും, പാർലമെൻറ്റ് പെർഫോം ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ മോഡി പോരാ ഗ്രാമം ദത്തെടുക്കാൻ പറഞ്ഞുകൊണ്ട് ഒരു ഗ്രാമമൊക്കെ ദത്തെടുക്കുക, അതൊക്കെ ഒരു MPക്ക് പറ്റുള്ളൂ, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം ആ കുട്ടിക്കെതിരെ അവർക്കെതിരെ ഒരു നെഗറ്റീവ് സംഭവം ഉണ്ടാക്കി അവിടെ കോൺഗ്രസ് തന്നെയാണ്. അവരെ എമേർജ് ചെയ്ത് വന്ന പലർക്കും അത് അവരെ ഒരു ഭയങ്കര ഈ ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ ശേഷി. ശോഭാ സുരേന്ദ്രനൊക്കെ പോലെ ഒരു പാട്ട് പാടും, ഡാൻസ് പാടി. സാധാരണക്കാർക്ക് അതല്ല അല്ലേ വൈരുദ്ധ്യാത്മകമായ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഇതൊക്കെ പറഞ്ഞ നാട്ടുകാർക്ക് മനസ്സിലാവും. അപ്പോൾ നാട്ടുകാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിന് ആ ശേഷിയുള്ള ഒരാളാണ് ആ കുട്ടി. അവൾ സ്വന്തം എനിക്ക് തോന്നുന്നു അവളൊന്നും MP ഒക്കെ അല്ലേ, അവർ സ്വന്തമായിട്ട് പാട്ടൊക്കെ, എൻ്റെ പെങ്ങളങ്ങനെയാണ്, കവിത എഴുതും, പാട്ട് എഴുതും, അങ്ങനെ ഒരുപാട് കഴിവുള്ളൊരു കൊച്ച്. അപ്പം അവർക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നു ഒരു ജനകീയ നേതാവ്. അതിന് അവരെ ഒതുക്കാനുള്ള കളി കൂടി അന്ന് കളിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ കാണാൻ കോൺഗ്രസ് അവിടെ തോൽക്കുന്നതും LDF-ന് വോട്ട് ചെയ്യാനും കോവിഡ് കാലഘട്ടത്തിൽ അന്തരീക്ഷം ഉണ്ടായിരുന്നില്ല. തൃശ്ശൂർ സുരേഷ് ഗോപിൻ്റെ വിജയം ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്. പക്ഷെ അതുകൊണ്ട് BJPക്ക് അവിടെ വലിയ രീതിയിൽ വോട്ട് കൂടുകയും ചെയ്തു. അതാ പറഞ്ഞത്. ഈ തൃശ്ശൂരിൻ്റെ ഒരു കാര്യം നിങ്ങൾ വെച്ചാൽ ഈ മലപ്പുറം കഴിഞ്ഞ് തെക്കോട്ട് ഒരു ഹിന്ദുത്വ ബെൽറ്റ് വളരെ സ്ട്രോങ് ആണ്. അത് 2 ധാരകൾ, ഒന്ന് നായർ ധാരയും ഒന്ന് ഈഴവ ധാരയുണ്ട്. ഈ നായർ ധാരയെ കുറേ ആളുകൾ കോൺഗ്രസിനും കുറച്ച് ആളുകൾ BJPയിലും, ഈഴവ ധാരയെ ഒരുപാട് ആളുകൾ CPM-നും കുറച്ച് ആളുകൾ കോൺഗ്രസിനും കുറച്ച് ആളുകൾ BJP. ഈ ഈഴവ ധാരയിൽ ഇപ്പം പതുക്കെ BJP ക്ലച്ച് പിടിക്കുന്നുണ്ട്. പക്ഷേ BJPക്കാർക്ക് അങ്ങനെ ടാപ്പ് ചെയ്യണമെന്ന് അറിയില്ല ഇതൊക്കെ. കാരണം യുവാക്കളുടെ ഇടയിൽ ഒരു ഹിന്ദുത്വ മോഡി സാധനം എമേർജ് ചെയ്ത് വരുന്നുണ്ട്. നായേഴ്സിൻ്റെ ഇടയിൽ നിന്ന് ഈ BJPയിലേക്ക് വരാൻ സാധ്യതയുള്ള ആളുകൾ അതിൻ്റെ സാച്ചുറേഷൻ പോയിന്റിലാണ്. ഇനി വരണമെങ്കിൽ BJPക്ക് ഇവിടെ ഭരണം കിട്ടുമെന്നോ പ്രധാന പ്രതിപക്ഷമാകുമെന്നൊക്കെ ഒരു ഫീല് വന്നാൽ മാത്രമേ അത് വരുള്ളൂ. അത് തൃശ്ശൂർ ഒട്ടുങ്ങ് തിരുവനന്തപുരം വരെ ഇത് വളരെ സ്ട്രോങ് ആണ്. ഈ സാഹചര്യങ്ങളെല്ലാം നിലമ്പൂരിൽ നിലനിൽക്കുന്നു. ഇത് അവിടെ നിലനിൽക്കുന്നില്ല. ഇത് ഞാൻ തൃശ്ശൂരിൽ നിൽക്കോട്ടുള്ള കാര്യമാണ്. നിലമ്പൂർ പറ്റ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ സാഹചര്യമാണ്. അതിൽ നമ്മളിപ്പോൾ ഒരു ചുഴിയിലേക്ക് നോക്കി മീൻ ആരെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ ചുഴിയിൽ നോക്കി മീൻ ഐഡൻറ്റിഫൈ, അവിടെ ചുഴിയാണ്, നിലമ്പൂർ ഒരു ചുഴിയാണ്. ആര് വേണമെങ്കിലും അതിൽ വീഴാം. വീഴുന്നയാളും ആ ചുഴി ഉണ്ടാക്കിയ അൻവറാണ്. അങ്ങനെയാണെങ്കിൽ ആ ചുഴിയിൽ വീഴുന്നവർ വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നതെന്ന്. ജയിക്കുന്നവന്റെ മൊറൈൽ ബൂസ്റ്റ് ചെയ്യപ്പെടും.
തോൽക്കുന്നവന് അവിടെ വന്നു നിൽക്കാൻ കാരണങ്ങളുണ്ടാവും. പക്ഷെ ജയിക്കുന്നവൻ്റെ മൊബൈൽ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ LDF ആണെങ്കിൽ പിന്നെ അത് അരുവിക്കര വെച്ച് ഉമ്മൻചാണ്ടി സാറിനെ പോലെ ആയിരിക്കും. UDF ആണെങ്കിലോ അത് പിന്നെ ഭയങ്കരമായിട്ട് ഈ എന്താണ് വരാൻ പോകുന്ന അല്ല അവർക്ക് പറയാനും. പിന്നെ ഇപ്പം ചാനലുകൾ അധികം കോൺഗ്രസ്സുകാരെ കാണാനല്ല, പിന്നെ കോൺഗ്രസ്സുകാർ ക്യൂ ആയിരിക്കും ചാനലിൽ വരാൻ വേണ്ടിയിട്ട്. പിന്നെ സതീശൻ അതിന് ശേഷം ഉമ്മൻചാണ്ടിക്ക് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് സതീശൻ എന്നുള്ള ഉത്തരവ്. തോറ്റു കഴിഞ്ഞാൽ സതീശൻ്റെ കാര്യം കട്ടപ്പോവുകയാണ്. ഈ സതീശൻ വന്നേ സതീശൻ വല്ല ഇല്ലൂമിനേറ്റ് ചെയ്യണം. കാരണം സതീശൻ്റെ കാര്യം നമ്മൾ നോക്കി, നമ്മൾ ഹരിത MLA എന്നൊക്കെ പറഞ്ഞ് വലിയ പരിഗണിക്കാതെ ഇരുന്ന ഒരാളാണ്. അപ്പോൾ കോൺഗ്രസ് സതീശൻ്റെ കയ്യിലാണ്. ഇല്ലൂമിനേറ്റ് ഞാൻ തമാശ വന്നതാണ് കേട്ടോ. പക്ഷേ സതീശൻ വന്ന് നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് സതീശൻ പോകുന്നുണ്ട്. എത്രത്തോളം പോകുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇപ്പം പിണറായി വന്ന സമയത്ത് ആദ്യം പാർട്ടി സെക്രട്ടറി ആയ സമയത്ത് നമ്മൾ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. പിണറായി പതുക്കെയാണ് തുടങ്ങിയത്. പക്ഷേ 10 വർഷം കൊണ്ട് പാർട്ടി പിണറായിൻ്റെ കയ്യിലായി. 10 വർഷം എടുത്തില്ല. പാർട്ടി കയ്യിലായി. 2006 തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പാർട്ടി മലപ്പുറം സമ്മേളനത്തോടു കൂടി. പക്ഷെ പിന്നെ എങ്കിലും ഇപ്പോൾ VS-ന്റെ ഘടകങ്ങൾ പല സ്ഥലത്തും ഉണ്ടായിരുന്നു. 2011 കൂടിയിട്ടാണ് അടിക്കാട് വരെ വെട്ടി നിർത്തി കളഞ്ഞത്. അപ്പോൾ അതേപോലെ സതീശൻ ഇപ്പോൾ വന്ന് നമുക്ക് നമ്മുടെ പ്രവചനങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുന്ന ഒരാളായി സതീശൻ മാറുന്നുണ്ട്. അത് നല്ലൊരു ലക്ഷണമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.